തിരുവാതിര വ്രതത്തിൻ്റെ പരിശുദ്ധി നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതീദേവി എന്നാണ് വിശ്വാസം. മാത്രവുമല്ല, ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നതും ഒരു തിരുവാതിര നാളിലാണ് എന്നും ഐതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകും എന്നാണ് വിശ്വാസം. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവ് ദിവസത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. മഹാദേവനെ അതിയായി പ്രണയിച്ച ശ്രീ പാർവതിയും ദേവനും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതേ നാളിലാണ് എന്ന ഐതിഹ്യവുമുണ്ട്. തിരുവാതിര രാത്രിയിലാണ് പാതിരാ പൂച്ചൂടൽ. പണ്ടൊക്കെ സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിന് ശേഷം പാതിരാ പൂച്ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം നാമമാത്രമാണ്. ധനുമാസ തിരുവാതിരയിലെ ഏറ്റവും പുണ്യമായിട്ടുള്ളത് ആർദ്ര ദർശനമാണ്. ആർദ്ര നക്ഷത്ര ദർശനം കഴിയുന്നതോടെ തിരുവാതിര വ്രതം പൂർണ്ണമാവുകയാണ്. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വീഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ യുദ്ധം നാരദനരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നഗവിഭൂഷണൻ തന്നനുഗ്രഹശക്ത്യാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അദ്ഭുത പുരുഷനാമുൽപ്പലനേത്രൻ തന്നെ ത്വൽപ്രസാദത്താലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പസമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒഴിവുചാലിൽ നിന്നും സീതയെ ലഭിച്ചതു മുതൽ താൻ വ്യാകുല ചിത്തനായി കഴിയേണ്ട വന്നതിനെക്കുറിച്ച് ജനക മഹാരാജാവ് വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ് സ്വാമിജി ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. മക്കളുടെ വിവാഹാനന്തരം മുൻപ്
നാരദനിൽ നിന്ന് താൻ കേട്ട് മനസ്സിലാക്കിയ സീതാവൃത്താന്തത്തെ ജനകൻ വിശ്വാമിത്രൻ്റെയും വസിഷ്ഠൻ്റെയും മുമ്പാകെ പറഞ്ഞു. ഭഗവാൻ നാരായണൻ സൂര്യവംശത്തിൽ ദശരഥപുത്രനായി അവതരിച്ചിരിക്കുന്നു. യോഗമായയാണ് സീതാദേവി. ആ സീതയെ രാമൻ ഏൽപ്പിക്കണം എന്ന് നാരദൻ നിർദ്ദേശിച്ചത് മുതൽ വ്യാകുല ചിത്തനായി കഴിയുകയാണ് ജനകൻ. എങ്ങനെ അത് സാധിക്കുമെന്ന് ഈ ഒരു വൃത്താന്തമാണ് ജനകൻ പറഞ്ഞത്. പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസനശാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മത്പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥിവീപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അദ്ഭുത പുരുഷനാമുത്പല നേത്രൻ തന്നെ ത്വത്പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചൻ ഭാഗ്യവശാൽ. എങ്ങനെയാണ് സീതയെ രാമൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയുക? ഈ വ്യാകുലതയാണ് ജനകന്. ആ ചിന്തയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒടുവിൽ ഒരു മാർഗം മനസ്സിൽ തെളിഞ്ഞു വന്നു. തൻ്റെ കുലത്തിൽ, തൻ്റെ കൊട്ടാരത്തിൽ ആദരപൂർവം സൂക്ഷിച്ചിരിക്കുന്ന ശൈവചാപം ആരാണോ കുലയ്ക്കുന്നത്, ഭഞ്ജിക്കുന്നത്, അയാൾക്ക് സീതയെ നൽകാമെന്നൊരു പണം നിശ്ചയിച്ചു. പല പല രാജാക്കന്മാർ വന്നു, അസമർത്ഥരായി തിരികെ പോയി. അങ്ങനെ ഇരിക്കെയാണ്, ഹേ മഹർഷേ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ശ്രീരാമനെ തനിക്ക് ലഭിച്ചത് എന്ന് തൻ്റെ ആനന്ദത്തെ വെളിപ്പെടുത്തുകയാണ് ജനകൻ. ഈ ഭാഗം വളരെ വിസ്തൃതമാണ് വാൽമീകീയ രാമായണത്തിൽ. പക്ഷേ വാൽമീകീയ രാമായണത്തിൽ യോഗമായയാണ് സീത. ആ സീതയെ രാമനെ ഏൽപ്പിക്കണം തുടങ്ങിയ വൃത്താന്തങ്ങളൊന്നുമില്ല. മറിച്ച് അയോനിജയായി ലഭിച്ച സീതയെ ഏറ്റവും ഉചിതമായ കൈകളിൽ എത്തിക്കണം എന്ന നിലയ്ക്ക് ശൈവചാപത്തെ പണമായി നിശ്ചയിച്ചു എന്നേ വാൽമീകി രാമായണത്തിലുള്ളൂ. പക്ഷെ അത് കുലയ്ക്കുന്നത് പോയിട്ട് തൊടാൻ പോലും, എടുക്കാൻ പോലും വന്നു ചേർന്ന രാജാക്കന്മാരൊക്കെ അസമർത്ഥരായി തീർന്നു. പലരും വളരെ പ്രസിദ്ധരായ രാജാക്കന്മാരാണ്. അവരെല്ലാം നിരാശരായി തിരിച്ചുപോയി എന്നല്ല, ജനകൻ തങ്ങളെ അപമാനിക്കുകയാണെന്നൊരു ചിന്ത അവർക്കുണ്ടായി. അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി മിഥില പട്ടണത്തെ ആക്രമിച്ചു. ദീർഘനാൾ യുദ്ധം നീണ്ടു നിന്നു. ഒന്നോ രണ്ടോ രാജാക്കന്മാരല്ല, ഈ വില്ലെടുക്കാൻ അസമർത്ഥരായ രാജാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത്. അങ്ങനെ ജനകൻ്റെ സൈന്യം മുഴുവൻ ക്ഷയിച്ചു പോയി. ആ സമയത്ത് വളരെ വേദനയോടുകൂടി ദേവന്മാരെ പ്രാർത്ഥിക്കുകയും ദേവന്മാർ ജനകന് സൈന്യത്തെ പറഞ്ഞയക്കുകയും ആ സൈന്യം, ദേവസൈന്യം, രാജാക്കന്മാരെ എല്ലാവരെയും പരാജയപ്പെടുത്തുകയും ചെയ്ത് ജനകനെ രക്ഷിച്ച ചരിത്രം വാൽമീകീയ രാമായണത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സീതയെ ഉചിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ വ്യാകുലപ്പെട്ടിരുന്ന ജനകന് വലിയ അനുഗ്രഹമായി തീർന്നു വിശ്വാമിത്രൻ രാമനെ കൊണ്ടുവന്നത് വിഷയം. ഇത് വിസ്തൃതമായി എല്ലാ രാമായണങ്ങളിലും പറയപ്പെട്ടിരിക്കുകയാണ്. ദർപ്പകസമനായ ചിത്പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും
ഖദ്യോതാന്വയേ പിറന്നൊരു നിന്തിരുവടി വിദ്യുത് സംയുതമായ ജീമോദമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാ മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. അത്യന്ത തേജസ്സോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ നോക്കി ജനകൻ തുടർന്ന് പറഞ്ഞു, ഇന്ന് എൻ്റെ മനുഷ്യജന്മം സഫലമായി തീർന്നു. 10,000 സൂര്യന്മാർക്ക് തുല്യം തേജസ്സോടുകൂടിയ നീ സൂര്യവംശത്തിൽ പിറന്ന ഹേ രാമ, കാർമേഘവർണ്ണത്തോടുകൂടിയ നിന്നോട് സീത ചേരുമ്പോൾ എപ്രകാരമാണോ കാർമേഘമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ മിന്നൽ പിണർ പോലെ അതുപോലെ നിന്നോട് സീത ചേർന്ന് ശോഭിക്കുകയാണ്. അവിടെ കാർമേഘവർണ്ണമുള്ള ശ്രീരാമൻ, സുവർണ വർണ്ണത്തോടു കൂടിയ സീത, രണ്ടുപേരുടെയും ചേർച്ചയെ കാർമേഘമധ്യത്തിലുള്ള മിന്നൽ പിണര് പോലെ ആ ഒരു കാഴ്ച പോലെയാണ് ജനകൻ ഉൾക്കൊള്ളുന്നത്. ഇരുണ്ട ആകാശത്തിൽ ജ്വലിക്കുന്ന മിന്നൽ പിണർ പോലെ ഇരുണ്ട രാമനോടുകൂടെ സീത, ജ്വലിക്കുന്ന സീത ചേർന്നിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് കൃതാർത്ഥനായിരിക്കുകയാണ് ജനകൻ. ഹേ ഭക്തവത്സല, എൻ്റെ മനോരഥം പൂർണ്ണമായും സിദ്ധിച്ചു കഴിഞ്ഞു. അവിടുത്തെ ചെന്താമരദളം പോലുള്ള പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി എനിക്ക് സംഭവിക്കണമേ. അതെനിക്ക് മുക്തിയെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയും മറ്റും അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണെന്ന് ഓർമ്മിക്കണം. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ മാനുഷഭാവമാണ് ഇവിടെയേറെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. മറിച്ച് ഉചിതമായ രീതിയിൽ ഈ വിവാഹം നടത്താൻ കഴിഞ്ഞതിലുള്ള തൻ്റെ കൃതാർത്ഥതയെ ജനകൻ വെളിപ്പെടുത്തുന്നുണ്ട്. പലവിധ സമ്മാനങ്ങളെ പ്രദാനം ചെയ്ത് സന്തോഷിക്കുന്ന ഭാഗമാണ് അത്. നമുക്കിവിടെ തുടർന്ന് ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ വരുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടേണ്ടത് എങ്ങനെ? മഹാഭാരതം എടുത്തു നോക്കിയാൽ അതിലെ പല കഥാപാത്രങ്ങളുടെയും കഥ ഒരു ചലച്ചിത്രമായി തന്നെ നമുക്ക് വീക്ഷിക്കാം. ഈ ചലച്ചിത്രത്തിലെ പല അമൂല്യ സന്ദേശങ്ങളും നമുക്ക് പകർന്നു തരികയാണ് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. ഓം അമൃതേശ്വരിയായി നമഃ. ജീവിതം ഒരു യാത്രയാണ്, തീർത്ഥയാത്രയാണ്. തീർത്ഥയാത്ര ആകേണ്ടതാണ്. യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൃശ്യങ്ങൾ മാറുന്നു, ആളുകൾ മാറുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. ഈ മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ പലപ്പോഴും എളുപ്പമാകാറില്ല. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരം, ഓരോ നിമിഷങ്ങളിലും അനേക കോശങ്ങൾ മരിക്കുന്നു, പുതിയവ ജനിക്കുന്നു. ഇന്നലെ കണ്ട ശരീരമല്ല ഇന്നുള്ളത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ, ഈ മാറ്റങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ സന്തോഷം കിട്ടാൻ എളുപ്പമല്ല. അതിന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾക്ക് മാറ്റമില്ലാത്ത അടിസ്ഥാനമുണ്ടെന്നറിയണം. സ്ക്രീനിൽ കാണുന്ന സിനിമാ ചിത്രങ്ങൾ സത്യമല്ലെന്ന്, സ്ക്രീൻ മാത്രമാണ് സത്യമെന്നും സ്ക്രീനിലാണ് എല്ലാം പ്രതിഫലിക്കുന്നതെന്നും അറിയുന്ന ഒരാളിനെ ദൃശ്യങ്ങൾ ബാധിക്കുന്നില്ല. ഭൗതിക പ്രപഞ്ചത്തിൽ നാം കാണുന്നത് മുഴുവൻ ബ്രഹ്മചൈതന്യത്തിൽ പതിയുന്ന ചിത്രങ്ങൾ മാത്രമാണ്. തിയേറ്ററിൽ സിനിമ കാണുന്നയാൾ വളരെയധികം ഭംഗിയുള്ള ചിത്രങ്ങൾ കാണുന്നുണ്ടെങ്കിലും വിളക്ക് തെളിയുമ്പോൾ അവയെല്ലാം അപ്രത്യക്ഷമാകുന്നു. അത്രയൊന്നും ഭംഗിയില്ലാത്ത സ്ക്രീൻ മാത്രം ദൃശ്യമാകുന്നു. പക്ഷേ
ബ്രഹ്മാനുഭവം നേരെ മറിച്ചാണ്. സ്ക്രീനിനാണത്രേ ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ ഭംഗി. എന്നാൽ ദൃശ്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതിനടിസ്ഥാനമായി നിൽക്കുന്ന ചൈതന്യത്തെ അറിയാതെ പോകുന്നു. യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതിന് യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. അഹന്യഹനി ഭൂതാനി ഗച്ഛന്തീഹ യമാലയം ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യ മതപ്പരം. നമുക്ക് ചുറ്റിനും ജീവജാലങ്ങളെല്ലാം, എല്ലാ മനുഷ്യരും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന് പ്രായം വേണ്ട, രോഗം വേണ്ട, ഒരു കാരണവും വേണ്ട. ഈ ശരീരം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ കഴിഞ്ഞാൽ ആരായാലും ശരീരത്തിൽ നിന്ന് മാറിക്കൊടുത്തേ മതിയാകൂ. നിത്യവും മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും ഓരോരുത്തർക്കും നല്ല ഉറപ്പാണ്, ഞാൻ മാത്രം ഇപ്പോഴൊന്നും മരിക്കാൻ പോകുന്നില്ല. ഇതിൽ പരം ആശ്ചര്യം മറ്റെന്താണ്? അതാണ് യുധിഷ്ഠിരൻ നൽകിയ മറുപടി. ഈ ശരീരം വാടക വീടാണ്. എത്ര നാളത്തേക്കാണ് എഗ്രിമെൻ്റ് എന്ന് നമുക്കറിയില്ല. പക്ഷേ എഗ്രിമെൻ്റ് എഴുതിയ ഈശ്വരനറിയാം എത്ര കാലമാണ് നമ്മൾ ഇതിനകത്ത് താമസിക്കാൻ പോകുന്നത് എന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശരീരം കൊണ്ട് തീർക്കേണ്ട കർമ്മങ്ങൾ തീരുന്നതുവരെ ഈ വാടക വീട്ടിൽ കഴിയാൻ പ്രകൃതി നമ്മെ അനുവദിക്കും. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ ശരീരം തരും. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റുന്നതിന് ഈ ബോധമുണ്ടാവണം. ഈ ലോകം ഒരു പരിശീലന കളരിയാണ്. പരിശീലനത്തിന് വന്നവർ അക്കാര്യമൊക്കെ മറന്നിട്ട് സുഖിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെങ്കിൽ ജീവിതം അപകടത്തിലാകും. ഭൂമിയിൽ വന്നവർ പുണ്യം സമ്പാദിക്കേണ്ട സമയത്ത് പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്നു. നൈമിഷികമായ സന്തോഷം സമ്മാനിക്കുന്ന വർണ്ണക്കാഴ്ചകൾ കണ്ട് ഭ്രമിക്കേണ്ട. ഇതൊക്കെ വിട്ടുപോവുക തന്നെ ചെയ്യും. എവിടെയും വേദന മാത്രം നിറയുന്ന ഈ ലോകം, എവിടെയും കാണാൻ സാധിക്കുന്നത് വിരഹത്തിൻ്റെ നൊമ്പരങ്ങളാണ്. വിരഹ നൊമ്പരങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യന് സന്തോഷിക്കാൻ എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദന മാത്രമാണ്. ആ വേദന മാത്രം തേടിയവരാണ് മഹാത്മാക്കൾ. ഈ വേദന ഈശ്വരനിലേക്ക് തിരിച്ചുവിടുക. സന്തോഷിക്കാൻ വേറെ മാർഗമൊന്നും ആവശ്യമില്ല. അതാണ് ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായം സൂചിപ്പിക്കുന്നത്. വിഷാദത്തെ യോഗമാക്കി മാറ്റുന്നു. സ്വസ്ഥത കിട്ടാതെ അലയുന്ന മനുഷ്യാത്മാക്കളാണ് ഈ ലോകത്തിലധികവും. എന്തിനൊക്കെയോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആഗ്രഹങ്ങളുടെ കുത്തൊഴുക്കിൽ അതിശക്തമായ വേഗത്തിൽ പായുന്നു. ലക്ഷ്യമറിയാതെയുള്ള ജീവിതവാഹിനിയുടെ പ്രവാഹത്തിൽ നിസ്സഹായരായി പ്രയാണം ചെയ്യുന്നു. അധികം വൈകാതെ അലയാഴിയുടെ മഹാഗർത്തത്തിൽ ഈ ജീവിതങ്ങൾ ഒടുങ്ങുമെന്ന് ആരറിയുന്നു? ശാന്തമായി ഒഴുകുന്നു എന്ന് കരുതുന്നിടത്തും വൻ ചുഴികൾ ഉണ്ടായെന്ന് വരാം. അവിടെ അനുഭവസ്ഥരുടെ വാക്കുകൾ വിശ്വസിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അനുഭവസ്ഥർക്കും പലപ്പോഴും പറയാൻ അവസരം കിട്ടാറില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ തിരിച്ചു വരേണ്ടി വരുന്നു. ഈ ജീവിത നാടക രഹസ്യങ്ങൾ അറിയുന്ന മഹാനടൻ മടങ്ങി വരുന്നു. അതാണ് അവതാര നാടകം. സംവിധായകനും നിർമ്മാതാവും എല്ലാം ഒരാൾ തന്നെ. പ്രേമഗാനങ്ങളും ശോകരാഗങ്ങളുമൊക്കെ പാടിക്കുന്നതും അവൻ തന്നെ. ഈ ചലച്ചിത്രത്തിൽ ആവർത്തന വിരസത ഒഴിവാക്കാൻ അതൊക്കെ വേണ്ടി വന്നേക്കും. പക്ഷേ ഇതൊക്കെയാണ് സത്യമെന്ന് ധരിച്ചാലോ? അവിടെയാണ് ആന്തരിക സംഘർഷങ്ങൾ ആരംഭിക്കുക. ഒരു മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി ജീവിതം മാറുന്നു. പ്രകൃതിയുടെ വാത്സല്യത്തിൻ്റെ കലവറ
ആയുധപ്പുരകളായി മാറുന്നു. രക്തപ്പുഴകൾ ഒഴുകുന്നു. ഒരു ആർത്തനാദത്തോടെ എല്ലാം അവസാനിക്കുന്നു. ഇവിടെ അഭിനയിക്കാനെത്തിയവരും രംഗവേദികൾ ഒരുക്കുന്നവരും എല്ലാം താൻ തന്നെയാണെന്നറിയുന്ന മഹാജ്ഞാനിയുടെ മുഖത്തെ മന്ദസ്മിതത്തിന് മാറ്റമില്ല. എല്ലാം താൻ തന്നെയാണെങ്കിൽ ആരോട് യുദ്ധം ചെയ്യാൻ? യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാൻ? യുദ്ധവും യജ്ഞമാക്കി മാറ്റാൻ ശക്തനായ അവതാരപുരുഷൻ്റെ ദിവ്യലീലകൾ കൺകുളിർക്കെ കാണുവാനുള്ള ഭാഗ്യം അധികം പേർക്ക് ലഭിച്ചു എന്ന് വരില്ല. അഥവാ കണ്ടാലും പലർക്കും മനസ്സിലായെന്നും വരില്ല. ഈ ജാലവിദ്യക്കാരൻ്റെ ചെയ്തികളെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തവർ ബോധം കെട്ട് വീഴുന്നു. രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുവാൻ ദിവ്യാംഗനയായ ജ്ഞാനദേവതയുടെ മായാമറകൾ മാറ്റാൻ ശ്രമിച്ച ദുശാസനന്മാർ തളർന്നു വീഴുന്നു. ഭഗവത് ഭക്തി തുളുമ്പുന്ന ഹൃദയങ്ങൾക്ക് ഈ ഇന്ദ്രജാല രഹസ്യങ്ങൾ പറയാതെ മനസ്സിലാകുന്നു. അവരെ ഭഗവാൻ സ്വർഗീയ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാക്കി മാറ്റുവാൻ ജഗദീശ്വരി നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനി ദീപാരാധനയാണ്. വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ഭൂതങ്ങളിൽ പ്രാണനും ഞാൻ തന്നെയാണ് എന്നാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. केशवं रामनारायणम्